friends, once again welcome back to my new video. Okay, നമ്മൾ കൺജങ്ഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വീഡിയോസിലായി നമ്മൾ കൺജങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് കൺജങ്ഷൻ നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺജങ്ഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായി റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ, വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചോന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓർത്ത് പോവാം. നമ്മൾ വാട്ട് ഈസ് കൺജങ്ഷൻ പറഞ്ഞു, 2 സെന്റൻസുകളെ നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടിയാണ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺജങ്ഷൻ പറഞ്ഞു, കോർഡിനേറ്റിംഗ്, സബോർഡിനേറ്റിംഗ്, കോറിലേറ്റിംഗ്. ഓക്കെ, അതിൽ നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷനും സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേറ്റിംഗ് കൺജങ്ഷൻ ആണ്. വാട്ട് ഈസ് കോറിലേറ്റിംഗ് കൺജങ്ഷൻ, ഏതൊക്കെയാണ് കോറിലേറ്റിംഗ് കൺജങ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, hardly when, scarcely when, either or, neither nor, not only but also, no sooner than, rather than, whether or, clear, etc. are the correlating conjunctions. Okay, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് either or നമുക്ക് ഡിസ്കസ് ചെയ്യാം. What is either or? Either or എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അല്ലെങ്കിൽ, ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് either or യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നെയ്തർ നോ എന്ന് പറഞ്ഞാല് അതുമല്ല ഇതുമല്ല എന്ന അർത്ഥത്തില്, അതുമല്ല ഇതുമല്ല എന്ന അർത്ഥത്തില്. ഓക്കെ, നമുക്ക് എല്ലാം പറയാം, പക്ഷെങ്കിൽ എയ്തർ ഓർ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നെയ്തർ നോ പറഞ്ഞതാണ്. ഓക്കെ, എയ്തർ ഓർ ഇന്റെ അർത്ഥം ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലാണ് എയ്തർ ഓർ നമ്മൾ പറയുന്നത്. അതായത് എയ്തർ ഓർ എന്ന് പറയുമ്പോൾ 2 സാധ്യതകൾ ഉണ്ടാവും. അതിൽ 2 സാധ്യതകളിൽ ഒരു ചോയ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയ്തർ ഓർ യൂസ് ചെയ്യുന്നത്. 2 സാധ്യതകൾ ഉണ്ടാവും നമ്മുടെ മുന്നിൽ, അതിൽ ഒരു ചോയ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയ്തർ ഓർ പറയുന്നത്. ചോയ്സ് ബിറ്റ്വീൻ 2 പോസിബിലിറ്റീസ്, അതായത് 2 സാധ്യതകൾ ഉണ്ടാവും, അതിൽ ഒരു ചോയ്സ് പറയാൻ വേണ്ടിട്ട്. എക്സാമ്പിൾ നോക്കിയേ, ഐ വോണ്ട് എയ്തർ ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്. എനിക്കൊന്നുകിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ്, എനിക്കൊന്നുകിൽ ഐസ്ക്രീം മതി അല്ലെങ്കിൽ ചോക്ലേറ്റ് മതി. ഐ വോണ്ട് എയ്തർ ദ ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്, എനിക്ക് ഒന്നുകിൽ ഐസ്ക്രീം മതി അല്ലെങ്കിൽ ചോക്ലേറ്റ് മതി. ക്ലിയർ? ഒന്നുകിൽ അല്ലെങ്കിൽ ഒന്നുകിൽ എന്നർത്ഥം, ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാം. ഇനി വേറെ എക്സാമ്പിൾ നോക്കിയേ, ഷീ വിൽ എയ്തർ സെൽ ഹെർ ഗോൾഡ് ഓർ ബോറോ സം മണി. ഷീ വിൽ എയ്തർ സെൽ ഹെർ ഗോൾഡ് or some borrow some money or borrow some money. അതായത് ഒന്നുകിൽ അവൾ ഗോൾഡ് വിൽക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും, പൈസ കടം മേടിക്കും. ഒന്നുകിൽ അവൾ ഗോൾഡ് വിൽക്കും അല്ലെങ്കിൽ അവൾ പൈസ കടം വാങ്ങിക്കും. ക്ലിയർ? ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ വിൽ എയ്തർ സെൽ ഹെർ ഗോൾഡ് ഓർ ബോറോ സം മണി. ഒന്നുകിൽ അവൾ ഗോൾഡ് വിൽക്കും അല്ലെങ്കിൽ അവളുടെ ഗോൾഡ് വിൽക്കും അല്ലെങ്കിൽ പൈസ കടം മേടിക്കും. ക്ലിയർ? ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ, എയ്തർ ഫാദർ വിൽ ബീറ്റ് ഹിം. ഒന്നുകിൽ അച്ഛൻ അവനെ തല്ലും അല്ലെങ്കിൽ എയ്തർ ഫാദർ വിൽ ബീറ്റ് ഹിം, ഒന്നുകിൽ അച്ഛൻ അവനെ തല്ലും, ഓ അങ്കിൾ വിൽ സ്കോൾഡ് ഹിം, അല്ലെങ്കിൽ അങ്കിൾ വഴക്ക് പറയും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ, എയ്തർ റോയ്സ് ഫാദർ ഓർ ഹിസ് ബ്രദർ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ്. ഒന്നുകിൽ റോയിന്റെ അച്ഛൻ അല്ലെങ്കിൽ അങ്കിൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ വരുന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ. ഇനി വേറെ നെക്സ്റ്റ് നോക്കിക്കോ, നെക്സ്റ്റ് കോറിലേറ്റിംഗ് കൺജങ്ഷൻ ഏതാ? നെയ്തർ നോർ. നെയ്തർ നോർ, അതുമല്ല ഇതുമല്ല എന്ന അർത്ഥത്തിൽ. ക്ലിയർ? നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ അതുമല്ല ഇതുമല്ല എന്ന അർത്ഥത്തിൽ. അതിന്റെ എക്സാമ്പിൾ, ഹി നെയ്തർ സ്മോക്സ് നോർ ഡ്രിങ്ക്സ്. ഹി നെയ്തർ സ്മോക്സ് നോർ ഡ്രിങ്ക്സ്, അവൻ പുകവലിക്കാറുമില്ല വെള്ളം കുടിക്കാറുമില്ല. ഹി നെയ്തർ സ്മോക്സ് നോർ ഡ്രിങ്ക്സ്. ക്ലിയർ? അതുമില്ല ഇതുമില്ല എന്ന അർത്ഥത്തിൽ. ഷീ കുഡ് നെയ്തർ റൺ നോർ ഡിഫെൻഡ്. അവൾക്ക് ഓടാനും അറിയില്ല, ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനും ആവൂല. ഇനി വേറൊരു എക്സാമ്പിൾ, റോയ് ഈസ് നെയ്തർ റിച്ച് നോർ വൈസ്. റോയ് പണക്കാരനുമല്ല എന്നാൽ അറിവുള്ളവനും അല്ല. ക്ലിയർ? എയ്തർ ഓർ നെയ്തർ നോ നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോറിലേറ്റിംഗ് കൺജങ്ഷൻ ആണ്. എയ്തർ ഓറും നെയ്തർ നോറും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ? ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.